അപകടത്തിൽപ്പെട്ട യുവതിയെപ്പോലും പീഡിപ്പിക്കുന്ന ഒരു മനുഷ്യമൃഗം. കായംകുളത്ത് കൂട്ടുകാരിയും കുടുംബവും ഒത്ത് പോവുകയായിരുന്ന യുവതി അപ്രതീക്ഷിതമായിട്ട് ഒരു ആക്സിഡന്റിൽ പെട്ടു. റോഡിലെ ഡിവൈഡറിലാണ് അവരുടെ കാറ് ഇടിച്ചത്. ഇതേ തുടർന്ന് അവശനിലയിലായ യുവതിയെ രക്ഷാപ്രവർത്തനത്തിനിടെ കായംകുളത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതാവ് സിനിൽ സവാദ് പീഡിപ്പിച്ചു എന്നാണ് പരാതി. എന്തൊരു നാണം കെട്ട ഇടപാടാണ്! ഒരു പുരുഷ വർഗത്തിന് തന്നെ അപമാനകരമായിട്ടുള്ള ഒരു സംഭവം. ഇയാളൊരു മനുഷ്യനാണോ? ഈ യുവതിയെ എങ്ങനെയാണ് ഈ പീഡന വിവരം പുറത്തു വരുന്നത് എന്ന് യുവതി പറയുന്നത്, എക്സ്റേ റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ വനിതാ ഡോക്ടറാണ് ഉണ്ടായിരുന്നത്. പരിശോധനയ്ക്കിടെ നെഞ്ചിലെ മുറിവുകളെ സംബന്ധിച്ച് വിശദമായി ചോദിച്ചു. അപകടത്തിൽ അത്തരമൊരു മുറിവുണ്ടാകാനുള്ള സാധ്യത വിരളമാണെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോഴാണ് യുവതി ഇക്കാര്യം പറഞ്ഞത്. ആ ആക്സിഡന്റ് സ്ഥലത്തേക്ക് ഈ സിനിൽ സവാദ് ഒരു ബൈക്കിലെത്തുകയും യുവതിയെ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ പിടിച്ച് മറ്റൊരു വാഹനത്തിലേക്ക് കയറ്റുകയുമായിരുന്നു. അതിനിടയിലാണ്, ആ ചെറിയ സമയത്തിനിടയിലാണ് ഈ മനുഷ്യമൃഗം ഈ യുവതിയെ ലൈംഗികമായി അതിക്രൂരമായി ആക്രമിച്ചത്. എന്തൊരു നാണക്കേടാണ്! പുരുഷ വർഗത്തിന് തന്നെ അപമാനകരമായ ഈ സംഭവം. അയാൾ അവിടെയും നിന്നില്ല. ഈ യുവതി ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിലേക്ക് വന്നു. അവിടെ മദ്യപിച്ചിട്ടാണ് എത്തിയതെന്നാണ് ഈ യുവതി പറയുന്നത്. അവിടെ വെച്ച് 25 ലക്ഷം രൂപയാണ് ഈ യുവതിക്ക് അയാൾ വാഗ്ദാനം ചെയ്തത്. ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ച അവശ നിലയിൽ കഴിയുന്ന ഒരു യുവതിയെ, അപകടത്തിൽപ്പെട്ട് അവശ നിലയിൽ കഴിയുന്ന ഈ യുവതിയെ പീഡിപ്പിച്ചതിന് ശേഷം വന്ന് വില പറയുകയാണ്. ആ യുവതിയുടെ മാനത്തിന് വില പറയുകയാണ്. നാണമില്ലേ ഇത്തരത്തിലുള്ള അതും ഒരു വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഒരു നേതാവാണെന്ന് ഓർക്കണം. പൊതുജനമധ്യത്ത് പ്രവർത്തിക്കുന്ന ആളാണെന്ന് ഓർക്കണം. ഇത്തരക്കാരെയൊക്കെയാണ് സമൂഹം വെറുക്കുന്നത്. ഇത്തരക്കാരൊക്കെയാണ് യഥാർത്ഥ മുഖം മൂടി. സമയാസമയം വരുമ്പോൾ ഇവരുടെയാണ് മുഖം മൂടി അഴിഞ്ഞു വിടുന്നത്. ഏതായാലും ആ യുവതിയുടെ വാക്കുകളിലേക്ക് തന്നെ നമുക്ക് പോകാം. ആ വാക്കുകൾക്ക് കേട്ടതിന് ശേഷം നമുക്ക് മടങ്ങിയെത്താം. പുള്ളി ഒന്ന് മദ്യപിച്ചിട്ടുമുണ്ട് അതേ ദിവസം. പുള്ളി മദ്യപിച്ചിട്ടുണ്ട്. പുള്ളി അവിടെ കിടന്നൊരു വെപ്രാളം തന്നെ കാഷ്വാലിറ്റി കാണിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിനക്ക് ഒരു പ്രശ്നമില്ല, നടന്ന ഒരു സംഭവത്തിൽ നിനക്ക് യാതൊരുവിധ പരാതികളും ഇല്ല, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് റെഫറൻസ് മേടിച്ച് എവിടാന്ന് വെച്ചാൽ നീ കൊണ്ട് കാണിച്ചോണം, ഇവിടെ കിടക്കണ്ട എന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് പോയി. പിന്നെ അയാൾ പേടിച്ചു. ഞാൻ സംസാരിച്ചു തുടങ്ങി ഈ വിവരം പുറത്തു വരുന്ന അയാൾക്ക് പേടി ഉണ്ട്, ഉള്ളിലുണ്ടായിട്ടുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. അയാൾക്കറിയാം എനിക്കത് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടെന്നും ഞാൻ അതിനെ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നതെന്നും അയാൾ ചിന്തിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് എന്നെ എക്സ്റേ റൂമിൽ കൊണ്ടുപോയി. എക്സ്റേ റൂമിൽ ഒരു ലേഡി ഡോക്ടർ നിന്നേ. പുള്ളിക്കാരത്തി എൻ്റെ വസ്ത്രം മാറ്റുന്നതിനിടയിൽ ശരീരത്തിലുണ്ടായിരുന്ന പാടുകൾ കണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതെന്താ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പൊട്ടിക്കരഞ്ഞ് ഇത് ആക്സിഡൻറ്റിൽ പറ്റിയതല്ല എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ കാര്യം വിവരിച്ച്, ചേച്ചി ഇങ്ങനെ ഒരു സംഭവം നടന്നു. പിന്നെ ഇപ്പം അയാളുടെ വക അലിഗേഷൻസ് ഉണ്ട്. എൻ്റെ ബന്ധുക്കൾ ആരോ വ്യാപാര വ്യവസായ സംഘത്തിൽ ജോലി ചെയ്യുന്നുണ്ട്, അതിനുണ്ട്. ഞാൻ അയാളുടെ സപ്പോർട്ട് ചെയ്യുന്നട്ടാ. എനിക്ക് ബന്ധുക്കളും ഇല്ല, ആരുമില്ല. ഞാൻ CWC അണ്ടറിൽ നിന്ന് പഠിച്ചതാണ്. ഓക്കെ, സർക്കാരിൻ്റെ സഹായത്തോടെ പഠിച്ചതുമാണ്. ജോലി മേടിച്ചതെല്ലാം അങ്ങനെ തന്നെ, അല്ലാതെ എനിക്ക് ബന്ധുക്കളൊന്നുമില്ല. പിന്നെ അയാൾക്ക് നല്ല പാർട്ടി സ്വാധീനമുണ്ട്. വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ പ്രസിഡൻ്റാണ് അയാൾ. സോ അയാൾക്ക് സ്വാധീനമുണ്ട്, അയാളുടെ പണമുണ്ട്. ഞാൻ കേസ് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ കേസിൻ്റെ മൊഴി കൊടുക്കുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ എൻ്റെ സുഹൃത്തിനോട് വന്ന് ഫണ്ട് ഓഫർ ചെയ്തു. അവൾ പറഞ്ഞു, ഇല്ല, അവളാണ് കേസ് കൊടുത്തത്, അവൾക്കുണ്ടായ ദുരനുഭവമാണ്, അവൾക്കറിയാം എന്ത് വേണമെന്ന്. അതാണ് അവൾ കൊടുത്ത മറുപടി. യുവതി പറഞ്ഞത് പോലീസ് തുടക്കത്തിൽ നടപടിയെടുക്കാൻ തയ്യാറായില്ല എന്നാണ്. പിന്നീട് DGP ഈ വിഷയത്തിൽ ഇടപെട്ടു. ആലപ്പുഴ SP ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. ഏതായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. ഇയാൾ വെച്ച് നീട്ടുന്ന ഈ നക്കാപ്പിച്ച തുകയായിട്ടുള്ള 25 ലക്ഷം രൂപയല്ല തൻ്റെ മാനത്തിന് വില. അത് എത്ര രൂപ കൊടുത്താലും ആ മാനം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് മാനത്തിന് വില പറയുന്ന ഈ മനുഷ്യമൃഗത്തെ ഏത് വിധേനയെങ്കിലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തന്റെ നിലപാടെന്നാണ് ഈ യുവതി ആവർത്തിക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.